ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഒരു എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് 30 മിനിറ്റ്സ് സോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അനിയൻ, ബീൻസ്, ഗാർലിക്, പിന്നെ 3 മുട്ട, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് അനിയൻ. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുക, എന്നിട്ട് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. മീഡിയം ഒരു നല്ല ഫൈൻ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്യണം. പിന്നെ നമ്മളൊരു പാത്രം എടുക്കുക, അതിൽ 1.5 ലിറ്റർ വെള്ളം എടുക്കുക, അതിൽ ഉപ്പ് ആഡ് ചെയ്യുക, പിന്നെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്യുക 1 കപ്പ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കും. എന്നിട്ട് നമ്മൾ അത് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യും. റൈസ് ഓവർ കുക്ക് ആവാൻ പാടില്ല. അധികം വെന്തിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും. അപ്പം ഒരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. റൈസ് ആയി കഴിഞ്ഞാൽ അത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ആറാൻ വെക്കുക. എന്നിട്ട് വേറൊരു വോക്ക് പാൻ എടുത്തിട്ട് ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. പിന്നെ വെളുത്തുള്ളി ഒരു 5 കഷ്ണം ചെറുതായി നുറുക്കിയത് ഇടുക. അത് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. പിന്നെ ഒരു അനിയൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. അതും ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യുക. പിന്നെ ബീൻസ് ആഡ് ചെയ്യുക, ക്യാരറ്റ്സും ആഡ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ സോട്ട് ചെയ്യുക ഒരു ഹാഫ് കുക്ക്ഡ് ആവുന്ന വരെ. അധികം വേവാൻ പാടില്ല, വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബ്രൊക്കോളിയോ പിന്നെ സ്വീറ്റ് കോണോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാൽ മതി, കാരണം നമ്മൾ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പ് അധികമായപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം. ഇത് കുക്കാവുന്നവരെ ഹാഫ് കുക്കാവുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് ഹാഫ് കുക്കായി കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇത് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ 3 മുട്ട പൊട്ടിച്ചിട്ട് ഇടുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർക്കുക. എന്നിട്ട് അത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്തിട്ട് അത് നല്ലോണം സ്പ്രെഡ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് സോയാ സോസ് ആഡ് ചെയ്യാം. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്പ്രിംഗ് അനിയൻസ് അവസാനം ഇടുക. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. നമുക്ക് സെർവ് ചെയ്യാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തൊക്കെ. വളരെ ഈസിയാണ്. 30 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. താങ്ക് യു.